വെൽക്കം ബാക്ക് ഡിയേഴ്സ്. നമ്മളുടെയൊക്കെ മിക്കവരുടെയും വീടുകളിൽ അമൃതം പൊടി കിട്ടാറുണ്ട്. അത് മിക്കവാറും തന്നെ ചിലവാകാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. ഒരു തവണ അമൃതം പൊടി കൊണ്ട് ഇതുപോലൊരു ജ്യൂസ് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ? ഞാനിവിടെ ഒരു പാനിലേക്ക് 1/4 കപ്പ് അമൃതം പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ചെറു തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. കൈയെടുക്കാതെ ഇളക്കി കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാ വശവും ഒരുപോലെ നമുക്ക് മൂത്ത് കിട്ടില്ല. ഇത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരാൻ തുടങ്ങുമ്പോൾ അതിലേക്ക് ഞാനൊരു 4 കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാഷ്യൂ നട്ട്സിന് പകരം വേണമെന്നുണ്ടെങ്കിൽ കപ്പലണ്ടിയോ അല്ലെങ്കിൽ ബദാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഡ്രൈ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ഡ്രൈ നട്ട്സ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതുകൂടി നമുക്ക് ചെറുതീയിൽ വെച്ചിട്ട് ഒന്നുകൂട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഈ അമൃതം പൊടിയുടെ കളറൊക്കെ ഒന്ന് മാറി നല്ലൊരു മണമൊക്കെ വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് വേറൊരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മൾ വറുത്തെടുത്തിട്ടുള്ള അമൃതം പൊടി നന്നായിട്ട് ചൂടാറി ക്രിസ്പായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അത് നമുക്കൊരു മിക്സിയുടെ ജ്യൂസ് ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 2 ചെറുപഴമാണ് എടുക്കേണ്ടത്. നന്നായിട്ട് പഴുത്ത പഴം എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. പാളയംകോടൻ പഴമാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ പാളയംകോടൻ പഴം ഇല്ലാന്നുണ്ടെങ്കിൽ ഞാലിപ്പൂവനോ അല്ലെങ്കിൽ പൂവമ്പഴോ, ഇനി അതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഏത്തപ്പഴം അതിൽ എടുക്കാം കേട്ടോ. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. മധുരത്തിന് ആവശ്യത്തിന് ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏലക്ക പൊടിച്ചത് അല്ലെങ്കിൽ ഏതെങ്കിലും എസൻസ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ബൂസ്റ്റിൻ്റെ 5 രൂപയുടെ സാഷയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊക്കോ പൗഡർ അല്ലെങ്കിൽ ചോക്ലേറ്റോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 1.5 കപ്പ് പാല് കാച്ചി ചൂടാറിന് ശേഷം തണുപ്പിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തൊന്ന് കൊണ്ടുവരണം. ഇപ്പോൾ നമ്മുടെ അമൃതം പൊടി ഉപയോഗിച്ചിട്ടുള്ള മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മിൽക്ക് ഷേക്ക് ഒരു സെർവിങ് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ മീതെ ഞാൻ ആ സാഷയിൽ ബാക്കിയുണ്ടായിരുന്ന കുറച്ച് ബൂസ്റ്റ് കൊണ്ട് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സോ നട്ട്സോ ഒക്കെ വെച്ചിട്ട് ഗാർണിഷ് ചെയ്യാം കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുക്കാം. ചെറിയോ അല്ലെങ്കിൽ കാഷ്യൂ നട്ട്സോ കപ്പലണ്ടിയോ എന്ത് വേണമെങ്കിലും വെച്ച് ഗാർണിഷ് ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള അമൃതം പൊടി മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കുട്ടികൾക്കൊക്കെ അമൃതം പൊടി കൊണ്ട് ഇതുപോലൊരു വെറൈറ്റി ഡ്രിങ്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് തന്നെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. വീണ്ടും വേറൊരു അടിപൊളി റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.